ഹായ്, നയറാസ് നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഉപദ്വീപീയ പീഠഭൂമിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ബേസ് മാത്രം, എന്താണ് ഉപദ്വീപ് അല്ലെങ്കിൽ എന്താണ് ഉപദ്വീപീയ പീഠഭൂമി, അതിന്റെ വിസ്തൃതി എത്രയാണ്, അതിർത്തി എന്തൊക്കെയാണ്, ഹൈറ്റ് എത്രയാണ്, എത്ര രീതിയിൽ തരംതിരിക്കുന്നു, പീഠഭൂമിയെ എത്ര രീതിയിൽ തരംതിരിക്കുന്നു എന്നും, അതുപോലെ ഇന്ത്യയിൽ ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും രണ്ടായി തിരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ തുടർച്ചയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ക്ലാസ് ഇതുവരെ കാണാത്തവർ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം ഈ ക്ലാസ്സിൽ ജോയിൻ ആവാനായിട്ട്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ത്യയിലെ പീഠഭൂമി, ആ പീഠഭൂമിയുടെ അതിർത്തികൾ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. പടിഞ്ഞാറ് വെസ്റ്റേൺ ഘട്ട്സ് അഥവാ പശ്ചിമഘട്ടം, കിഴക്ക് പൂർവ്വഘട്ടം, അതുപോലെ വടക്ക് ഉത്തരേന്ത്യൻ സമതലം എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. അതുപോലെ നമ്മൾ അതിന്റെ വിസ്തൃതി എത്ര പറഞ്ഞു? 16 ലക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹൈറ്റ് ഒരു 600 മുതൽ 900 മീറ്റർ ഹൈറ്റിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തലമെന്നും തിരിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. പീഠഭൂമി ഒറ്റൊരു ഭൂപ്രകൃതിയായിട്ട് 16 ലക്ഷം, അതില് നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് ഡെക്കാൻ പീഠഭൂമി എന്നും ഈ മുകളിലെ ഭാഗം കൊണ്ടിട്ട് നമ്മൾ മധ്യ ഉന്നത തലമെന്നും തിരിച്ചു. അതുപോലെ ഈ മധ്യ ഉന്നത തലത്തിനെ വീണ്ടും മാൽവാ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഏതാ ഡെക്കാൻ പീഠഭൂമി? ഏകദേശം ഷേപ്പ് എന്ത് തന്നെ, ത്രികോണ ഷേപ്പാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഒരു ത്രികോണ അഥവാ ട്രയാങ്കിൾ ഷേപ്പാണ്. അതിർത്തി പറയടാ, നോക്കി. പടിഞ്ഞാറ് ആരാണ്? വെസ്റ്റേൺ ഘട്ട്സ്. പടിഞ്ഞാറ് വെസ്റ്റേൺ ഘട്ട്സ് അഥവാ പശ്ചിമ ഘട്ടം. അപ്പോൾ കിഴക്ക് ആരാണ്? ഈസ്റ്റേൺ ഘട്ട്സ് അഥവാ പൂർവ്വ ഘട്ടം. ക്ലിയർ ആണ്. ഇനി നമുക്ക് വടക്ക് ആരെ എടുക്കാം? സത്പുര, മഹാദിയോ, മൈക്കല റേഞ്ചസ് അവിടെ വരും അല്ലെ. സത്പുര, മഹാദിയോ, മൈക്കല റേഞ്ചസ് ആണ് വടക്കൻ അതിരായിട്ട് വരുന്നത്. ആരുടെ? ഡെക്കാൻ പീഠഭൂമിയുടെ. അപ്പോ നമ്മുടെ പീഠഭൂമിയെ നമ്മൾ ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും തിരിച്ചു. അതിൽ നമുക്ക് മാൽവാ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂരും ഉണ്ട്. നമ്മൾ ഡെക്കാൻ പീഠഭൂമിയെ കൺസിഡർ ചെയ്തു. അപ്പൊ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുമ്പോൾ അതിന്റെ പടിഞ്ഞാറൻ അതിർത്തിയായിട്ട് നമ്മുടെ പശ്ചിമഘട്ടവും കിഴക്കൻ അതിർത്തിയായിട്ട് പൂർവ്വഘട്ടവും വരുന്നു. വടക്ക് ഭാഗത്ത് സത്പുര, മഹാദിയോ, മൈക്കല കുന്നുകളും വരുന്നു. ക്ലിയർ ആണോ? അതാണ് അതിന്റെ അതിർത്തി. ഇനി നമുക്ക് ഈ ഡെക്കാൻ എന്ന പദം എങ്ങനെ വന്നു എന്നറിയണം. അപ്പോൾ എന്താണ് ഡെക്കാൻ? എങ്ങനെ ഉത്ഭവിച്ചു? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും. എന്താണ് ദക്ഷിൺ എന്നുള്ള പദത്തിന്റെ അർത്ഥം? തെക്ക് എന്നാണ്. അപ്പോ ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന ടേം ഉത്ഭവിച്ചത്. എടാ, ദക്ഷിൺ എന്ന് പറഞ്ഞാൽ തെക്കെന്നാണ് അർത്ഥം. ദക്ഷിൺ എന്ന് പറയുന്നത് സംസ്കൃത പദമാണ്. അതിൽ നിന്നാണ് ഡെക്കാൻ എന്ന പദം ഉത്ഭവിച്ചത്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി. എടാ, ഈ ഒരു ഭൂഭാഗം, അതായത് നമുക്കറിയാം ഈ ഡെക്കാൻ പീഠഭൂമി എങ്ങനെ ഉത്ഭവിച്ചു? നമ്മുടെ ലാവ പുറത്ത്, അതായത് നമുക്കറിയാം എന്താണ് ലാവ അല്ലെങ്കിൽ എന്താണ് മാഗ്മ. നമ്മുടെ ഭൂമി ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭൂമിയുടെ ക്രസ്റ്റ്, അതുപോലെ നമുക്കറിയാം മാൻഡില്, കോറ്, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതില് നമ്മുടെ ലിതോസ്ഫിയറിന് താഴെ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെ, അതായത് നമ്മുടെ ഭൂമിയുടെ ഉള്ളില് മാഗ്മ എന്നറിയപ്പെടുന്നു. ഇതാണ് നമുക്ക് എന്തെങ്കിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ വിടവിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ലാവ എന്ന് പറയും. എന്നാൽ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ മാഗ്മ എന്നും പറയും. അപ്പോൾ ഈ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണല്ലോ നമുക്ക് അഗ്നിപർവ്വതത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ പുറത്തേക്ക് വന്നതിനെ നമ്മൾ ലാവ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലാവ തണുത്ത് ഉറഞ്ഞ് ഉണ്ടായ ഭൂരൂപമാണ് ഏത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ഭാഗം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഈ പറയുന്ന ബസാൾട്ട്, നമ്മുടെ ഈ ലാവ തണുത്തുറഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ശിലയാണ് ബസാൾട്ട് ശില. അതായത് നമുക്ക് ശിലകളെ പറ്റി അറിയാം, ആഗ്നേയശില, അതുപോലെ സെഡിമെന്ററി. ആഗ്നേയശില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈമറി റോക്കാണ്. അപ്പോൾ അതുപോലെ നമുക്കറിയാം മെറ്റമോർഫിക് ഉണ്ട്, അഥവാ നമ്മുടെ സെഡിമെന്ററി റോക്സ് ഉണ്ട്, അവസാദ ശിലകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലൊരു കായാന്തരിത ശില, ആഗ്നേയശില, അവസാദ ശില. അങ്ങനെ നമുക്ക് ശിലകളെ പറ്റി
പഠിക്കുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ശിലകൾ അറിയാം. അതിൽ നമ്മുടെ ലാവ തണുത്തുറഞ്ഞുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആഗ്നേയശിലയാണ്. അപ്പൊ ആഗ്നേയശിലക്ക് ഉദാഹരണമാണ് എന്ത്? ബസാൾട്ട്, ഗ്രാനൈറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭാഗത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ബസാൾട്ട്, ഗ്രാനൈറ്റ്. ഈ ഗ്രാനൈറ്റിന് കായാന്തരിതം സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ശിലയാണ് എന്തെന്ന് പറയുന്നത്? നൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഡെക്കാൻ ഭാഗത്ത്, നമ്മുടെ ഡെക്കാൻ ട്രാപ്പിനോട് ചേർന്നോ അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമി ഭാഗത്ത് കാണുന്ന എന്തൊക്കെയാണ് ശിലകള്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ്. മനസ്സിലായോ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്? അതായത് മാഗ്മ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയുടെ ഉൾഭാഗത്തുള്ളത് ഈ മാഗ്മ നമ്മൾക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ലാവ എന്ന് പറയും. ഈ ലാവ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഒഴുകി നമ്മുടെ ക്രിസ്റ്റലിന് മുകളിൽ ഒഴുകി പരത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയുന്നു? ലാവ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് ലാവ എന്ന് പറയുന്നു. ഈ ലാവ പിന്നീട് ആഗ്നേയശിലകൾ ഫോം ചെയ്യുന്നു തണുത്തുറഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ ആഗ്നേയശിലകളാണ് ആരൊക്കെ? ഇത് നമ്മുടെ ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അതില് നമ്മളപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് ഗ്രാനൈറ്റും ബസാൾട്ടും കാണാൻ സാധിക്കും. ഈ ഗ്രാനൈറ്റിന് കായാന്തരിതം, അതായത് ടെമ്പറേച്ചർ, പ്രഷർ എന്നിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ മൂലം പിന്നീട് ഉണ്ടാവുന്ന ശിലയാണെന്ന് പറയുന്നത് നൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുന്ന മേഖലയാണ് നമ്മുടെ ഡെക്കാൻ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ക്ലിയർ ആയി. അതിൽ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം കൊണ്ടിട്ട് നമ്മൾ ഇതിനെ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നു. ബസാൾട്ട് മേഖലയാണ്, അതിനെ നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നു. അപ്പൊ അതും നമുക്ക് ക്ലിയർ ആയി. അപ്പൊ ഈ ബസാൾട്ട് ശിലകൾക്ക് പിന്നീട് അപക്ഷയം, അതായത് നമുക്കറിയാം അപക്ഷയം എന്ന് പറഞ്ഞാൽ വെതറിങ്, അതിനകത്തും ബയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ അങ്ങനെ വെതറിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെയും ഈ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മണ്ണാണ് എന്താ? കറുത്ത മണ്ണെന്ന് പറയുന്നത്. അപ്പൊ കറുത്ത മണ്ണ് അഥവാ ചെർണോസം അഥവാ റിഗർ, കറുത്ത പരുത്തി മണ്ണ്, ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഈ കറുത്ത മണ്ണാണ്. അത് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പറയുന്ന റിഗർ എന്ന് പറയുന്ന സോയിൽ അഥവാ കറുത്ത മണ്ണ് എന്തിന് അനുയോജ്യമാണെന്ന് നമുക്കറിയാം? പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കറുത്ത പരുത്തി മണ്ണ് എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും എന്താണ്? നമ്മുടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പാലക്കാട്, ചിറ്റൂരൊക്കെ നമ്മൾ കറുത്ത മണ്ണുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ജലം ഉൾക്കൊള്ളുന്ന ഒരു മണ്ണിനാണ്. അപ്പൊ അത് വേനൽക്കാലത്തൊക്കെ ഇതിനെ കൃഷിക്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. കറുത്ത മണ്ണ് അതെങ്ങനെ ഫോം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു ഭാഗത്തുള്ള മണ്ണ് ഇനം ഏതായിരിക്കും? കറുത്ത മണ്ണാണ്. പല ടൈപ്പ് മണ്ണ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും മെയിൻ ആയിട്ട് നമ്മൾ കറുത്ത മണ്ണാണ്. അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്കറിയാം നമ്മുടെ പീഠഭൂമി ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ധാതു കലവറ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ പീഠഭൂമിയിലാണ് നമ്മൾ ധാതു ഖനനങ്ങളൊക്കെ നടത്തുന്നതും ധാതു കലവറ എന്ന് പറയുന്നത്. നമ്മൾ സമുദ്രത്തിന് നമ്മൾ പറഞ്ഞത് ധാന്യമാണ്, എന്താ പറയുക, ധാന്യപുര എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതായത് അവിടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കാര്യങ്ങളും. പക്ഷെ പീഠഭൂമി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നമ്മുടെ ധാതുക്കളുടെ കലവറയാണ്. അപ്പോൾ എന്തൊക്കെ ധാതുക്കളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ചുണ്ണാമ്പ്, അതുപോലെ അലൂമിനിയം, മഗ്നീഷ്യം, അയൺ. ചുണ്ണാമ്പ് മെയിനായിട്ട് നമ്മൾ പറയുന്നു ചുണ്ണാമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം, അതുപോലെ അയൺ. ഇതെല്ലാം കാണുന്നത് നമ്മുടെ ഡെക്കാൻ മേഖലയിലാണ്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഡെക്കാന്റെ അതിർത്തി ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു. പടിഞ്ഞാറ് ഭാഗത്ത് ആരുണ്ട്? വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. കിഴക്ക് ആരുണ്ട്? ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. വെസ്റ്റേൺ ഗട്ട്സ് എവിടെ നിന്ന് ഉത്ഭവിച്ച് എവിടം വരെ നമുക്കറിയാം അല്ലെ. വടക്കാരാണ്? ഗുജറാത്തിൽ നിന്നും 6 സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം, അങ്ങനെ 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ വടക്ക് ഗുജറാത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് വടക്ക് ഗുജറാത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് നമ്മുടെ തെക്ക് കന്യാകുമാരി വരെയാണ് ആര് കിടക്കുന്നത്? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് കിടക്കുന്നത്. വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് കന്യാകുമാരി വരെ. എത്ര കിലോമീറ്റർ നീളം വരും? 1600 കിലോമീറ്റർ നീളം വരും. അപ്പൊ വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് കന്യാകുമാരി വരെ തുടർച്ചയുള്ള പർവ്വതനിരകളാണ്
നമ്മുടെ പടിഞ്ഞാറ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. നമ്മൾ കേരളത്തിൽ നമ്മൾ ആനമല, ഏലമല എന്നെല്ലാം വിളിക്കുന്നു. അതുപോലെ തമിഴ്നാട്, കർണാടക ഭാഗങ്ങളിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മുടെ സഹ്യാദ്രി എന്ന് വിളിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. നമ്മൾ നീലഗിരി കുന്നുകൾ, നീലഗിരി മലകൾ എന്നാണ് നമ്മൾ കർണാടക, നമ്മുടെ തമിഴ്നാട് ഭാഗങ്ങളിൽ നീലഗിരി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആനമല, ഏലമല എന്നെല്ലാം വിളിക്കുന്നു. ഇനി നമ്മുടെ മഹാരാഷ്ട്ര ഭാഗത്ത് വന്നിട്ട് സഹ്യാദ്രി എന്നാണ് വിളിക്കുന്നത്. സഹ്യൻ അങ്ങനെയുള്ള വെളിപ്പേരുകളൊക്കെ വേറെ ഉണ്ട്. SRT പ്രകാരം നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു? തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലായിട്ട് നമ്മൾ നീലഗിരി, കേരളത്തില് നമ്മൾ ആനമല, ഏലമല എന്നെല്ലാം വിളിക്കുന്നു. നമ്മളും സഹ്യൻ, പശ്ചിമഘട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വിട്ടേക്കാം. SRT പ്രകാരമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ മഹാരാഷ്ട്രയില് സഹ്യാദ്രി എന്നും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മുടെ ഈ പശ്ചിമഘട്ടത്തില് ഏറ്റവും ഉയരമേറിയ പർവ്വതം ഏതാണ്, അല്ലെങ്കിൽ മല ഏതാണ്? നമുക്കറിയാം, നമ്മുടെ ഹിമാലയ പർവ്വതം കഴിഞ്ഞാൽ, ആ ഒരു റേഞ്ചസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉത്തരപർവ്വത മേഖലയിലുള്ള റേഞ്ചസ് കഴിഞ്ഞാൽ ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് ഏതെന്ന് പറയുന്നത്? ആനമുടി. എത്രയാണ് ഉയരം? 2695 മീറ്റർ ആണ്. അപ്പോൾ ആനമുടിയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിര എന്ന് പറയുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ആണെങ്കിൽ അത് നമ്മുടെ തമിഴ്നാട് നീലഗിരി ആ റേഞ്ചിലുള്ള ദോഡ ബെട്ട എന്നാണ് പറയുന്നത്. മീശപ്പുലിമുലൊക്കെ നമ്മൾ പറയും, പക്ഷെ കേരള റേഞ്ചിലായിരിക്കാം. നമ്മുടെ SRT പ്രകാരം ദോഡ ബെട്ടയാണ് പറയുന്നത്. അപ്പൊ ദോഡ ബെട്ടയുടെ ഹൈറ്റ് എത്രയാ പറയുന്നത്? 2637 മീറ്റർ ആണ്. ഇങ്ങോട്ട് നോക്കിക്കേ, 2, 3, 6, 7. 2 ഗ്യാപ്പിട്ട് 3, 6, 7 മീറ്റർ ആണ് എന്തിന്റെ ഉയരം? ദോഡ ബെട്ടയുടെ ഉയരം. ക്ലിയർ ആയോ? ജസ്റ്റ് ഒരു കണക്ഷൻ പറഞ്ഞെന്ന് മാത്രം. 2, 3, 6, 7 എഴുതുമ്പോൾ ആ ഒരു പാറ്റേണിൽ എഴുതുവാണെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് ഓർമ്മ വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? പശ്ചിമഘട്ടം വടക്ക് ഗുജറാത്തിൽ നിന്ന് തെക്ക് കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ, മൊത്തം 6 സംസ്ഥാനങ്ങളിലൂടെ പോകുന്നു നമുക്കറിയാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. അവിടെ നിന്നോട്ടെ നമ്മൾ പറഞ്ഞു എന്താണ് കേരളത്തിൽ നമ്മൾ ആനമല, ഏലമല എന്നെല്ലാം വിളിക്കുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ തമിഴ്നാട്, കർണാടക ഭാഗങ്ങളിലായിട്ട് നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ നീലഗിരി എന്നാണ് വിളിക്കുന്നത്. നീലഗിരി മല എന്നാണ് പറയുന്നത്. മഹാരാഷ്ട്ര ഭാഗത്ത് സഹ്യാദ്രി എന്ന് പറയുന്നു പറഞ്ഞു. ഇനി നമുക്കറിയാം, ഈ പറയുന്നതിൽ തുടർച്ചയുള്ള പർവ്വതങ്ങളാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് കുറച്ച് വിടവുകളേ ഉള്ളൂ. പാലക്കാട് വിടവ്, അങ്ങനെയുള്ള 2-3 വിടവുകൾ മാത്രമേ നമുക്ക് നമ്മുടെ ഇതിൽ പറയുന്നുള്ളൂ, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ പറയുന്നുള്ളൂ. പക്ഷെ ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദികളുടെ ഒഴുക്കൊക്കെ കാരണം പല ഭാഗത്തും ഇതിനെ ഭേദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കീറി മുറിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയില്ലാത്ത നിലകളാണ് നമുക്ക് പൂർവ്വഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ഹൈറ്റ് ഉള്ള മലയാണ് ഏത്? ആനമുടി പറഞ്ഞു. ഈ ആനമുടിയുടെ ഹൈറ്റ് എത്രയാണ്? 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. എന്നാൽ രണ്ടാമത്തെ ഉയരം കൂടിയതെന്ന് പറയുന്നത് നമ്മുടെ നീലഗിരിയിലെ ദോഡ ബെട്ടയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഹൈറ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് 2, 3, 6, 7 ശരിക്കും 2637 മീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതും നമുക്ക് ക്ലിയർ ആയി. അപ്പോൾ ഇനി നമുക്ക് എന്താണ് നമ്മുടെ പൂർവ്വഘട്ടത്തിലേക്ക് പോവാം. അപ്പോൾ അത് ഈസ്റ്റേൺ ഗട്ട്സ് അല്ലെ, ഈസ്റ്റേൺ ഗട്ട്സ്. അപ്പൊ നമുക്കറിയാം ഒഡീഷയിലെ മഹാനദീതടം മുതൽ വടക്ക് മഹാനദീതടം മുതൽ തെക്ക് നമ്മുടെ കന്യാകുമാരി വരെ നടക്കുന്നു. അപ്പോൾ ഇവിടെ 1600 ആണെങ്കിൽ ഇവിടെ അതിന്റെ പകുതി 800 കിലോമീറ്റർ. ഓർക്കാൻ പറ്റില്ലേ? ഇവിടെ 1600 ആണെങ്കിൽ അതിന്റെ പകുതി 800 കിലോമീറ്റർ ആണ് നമുക്ക് എവിടെ കാണുന്നത്? ഈസ്റ്റേൺ ഗട്ട്സിൽ കാണാൻ സാധിക്കുന്നത്. എവിടെ നിന്നാണ്? ഒഡീഷയിലെ മഹാനദീതടം മുതൽ നമ്മുടെ തെക്ക് കന്യാകുമാരി വരെ, വടക്ക് മഹാനദി മുതൽ അഥവാ ഒഡീഷയിലെ മഹാനദി തടം മുതൽ തെക്ക് കന്യാകുമാരി വരെ തുടർച്ചയില്ല. നമുക്കറിയാം ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട മലനിരകൾ പറയുന്നത് ഏതൊക്കെയാണ്? ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ട മല, നല്ല മല, മഹേന്ദ്രഗിരി. ഓർത്തിരിക്കണേ,
ജാവടിക്കുന്നുകള്, പാൽക്കൊണ്ടമല, നല്ല മല, മഹേന്ദ്രഗിരി എന്നൊക്കെ പറയുന്ന മലകൾ നിരകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈസ്റ്റേൺ ഗട്ട്സിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്കൊരു ബോക്സിലായിട്ട് അവിടെ നീലഗിരിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട്, കേരളം, കർണാടക ഭാഗങ്ങളിലായിട്ട് കാണുന്ന അത് മൂന്നും കൂടെ സംഗമിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ നീലഗിരി എന്ന് പറയുന്നത്. അതുപോലെ അവിടെയുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പർവ്വതനിരകളൊക്കെയാണ് ഇത് ഊട്ടി, കുനൂര്, കൊട്ടഗിരി എന്നൊക്കെ പറയുന്നത്. അതിൽ തന്നെ ഊട്ടിയെ നമ്മൾ ഉദകമണ്ഡലം എന്നുള്ള പേരിലും കുന്നുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? കുന്നുകളുടെ രാജ്ഞി എന്ന്. അതുപോലെ നമ്മുടെ നീലഗിരിയാണ് ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഉദ്യാനം എന്ന് പറയുന്നത് കേട്ടോ, ജൈവമണ്ഡല ഉദ്യാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മധ്യ ഉന്നതതലം. ഇപ്പൊ നമ്മൾ ആദ്യം ഡെക്കാൻ പഠിച്ചു, ഇനി നമ്മുടെ മധ്യ ഉന്നതതലത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നോക്കിയടാ, ഡെക്കാന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് മധ്യ ഉന്നതതലം നിൽക്കുന്നത്. അപ്പോ സത്പുരയ്ക്ക് വടക്കായിട്ട്, സത്പുര റേഞ്ചസിന് വടക്കായിട്ടാണ് മധ്യ ഉന്നതതലം നിൽക്കുന്നത്. അപ്പോൾ സത്പുരയ്ക്ക് വടക്കായിട്ട് ആരായിരിക്കും പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി തീർക്കുന്നത്? ആരവല്ലി റേഞ്ചസ് ആണ്. ഈ ആരവല്ലി എന്ന് പറയുന്നത് നമ്മുടെ മടക്ക് പർവ്വതമാണ്, അവശിഷ്ട പർവ്വതമാണ്. എന്താണ് അവശിഷ്ടം? അതിന് അഭിഷേകമൊക്കെ സംഭവിച്ചു അതിപ്പോ വളരുന്നില്ല. പക്ഷെ നമ്മുടെ ഹിമാലയം പറഞ്ഞപ്പോൾ അത് നമ്മുടെ എന്താ പറയുന്നത്, യുവത്തഘട്ടമാണ്, മീൻസ് വളരുന്നതാണ്. അപ്പോൾ അത് എന്താണ്, വളർന്നുകൊണ്ട് ഇപ്പോഴും അവിടെ പ്ലേറ്റ്സുകളുടെ ആ ഒരു കൂട്ടിയിടി മൂലം ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ഒരു പർവ്വതത്തിന്റെ എല്ലാം കഴിഞ്ഞു, അത് അപക്ഷയം സംഭവിച്ചു, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവശിഷ്ട പർവ്വതം എന്ന് പറയുന്നത്. അപ്പൊ ആരവല്ലി റേഞ്ചസ് പടിഞ്ഞാറ് അതിർത്തിയായിട്ട് ആരവല്ലി വരും. ഇനി അതാണ് നമ്മുടെ മധ്യ ഉന്നതതലം എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ ഈ മധ്യ ഉന്നതതലത്തിനെ തന്നെ നമ്മൾ അതിന്റെ പടിഞ്ഞാറ് ഭാഗം കൊണ്ടിട്ട് നമുക്ക് മാൽവ എന്നും അതിന്റെ കിഴക്കൻ ഭാഗം കൊണ്ടിട്ട് നമുക്ക് ചോട്ടാ നാഗ്പൂർ എന്നും പറയാം. ഈ ചോട്ടാ നാഗ്പൂർ എന്ന് പറയുന്നത് രാജ്മഹൽ കുന്നുകൾക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോ നോക്കിയടാ, എന്തൊക്കെയാണ് നമ്മുടെ മാൽവ പീഠഭൂമിയിൽ സത്പുരയ്ക്ക് വടക്കായിട്ട് വരും. പടിഞ്ഞാറൻ അതിർത്തിയായിട്ട് ആരവല്ലി വരുന്നു. ആരവല്ലി എന്ന് പറയുന്നത് ഒരു അവശിഷ്ട പർവ്വതമാണെന്ന് ഓർക്കുക. ഈ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയതായിട്ട് നമ്മൾ മൗണ്ട് അബുവിനെ ഇവിടെ പറയുന്നു. പക്ഷെ ഗുരുശിഖറും കൂടെ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ മൗണ്ട് അബു. ഇനി നമുക്കറിയാം ഇവിടെ കൈമൂർ കുന്നുകളൊക്കെ ഉണ്ട്, രാജ്മഹൽ കുന്ന്. ഇപ്പൊ ചോട്ടാ നാഗ്പൂർ എന്ന് പറയുന്നത് രാജ്മഹലിന് തെക്ക് ഭാഗത്തായിട്ട് നിൽക്കുന്നു. അപ്പൊ മധ്യ ഉന്നതതലം തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. അപ്പൊ മധ്യ ഉന്നതതലത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ നമുക്ക് ചോട്ടാ നാഗ്പൂർ അറിയാം അല്ലെ. നമ്മൾ മൊത്തത്തില് നമ്മുടെ ധാതുക്കളുടെ കലവറാന്ന് പീഠഭൂമി പറയുമെങ്കിലും എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ധാതുക്കൾ കാണുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ചോട്ടാ നാഗ്പൂർ മേഖല എന്ന് പറയുന്നത്. ഈ ചോട്ടാ നാഗ്പൂരിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? നോക്കിയടാ, ചോട്ടാ നാഗ്പൂരിൽ നമ്മൾ ഇവിടെ നമ്മുടെ ഡെക്കാൻ പറഞ്ഞപ്പോ ഇരുമ്പ് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ഇരുമ്പായിട്ട്. അതുപോലെ ഡെക്കാനിൽ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ അലൂമിനിയം പറഞ്ഞെങ്കിൽ അലൂമിനിയത്തിന്റെ അയിരാണ് ഇത് ബോക്സൈറ്റ്. അപ്പോൾ പിന്നെ നമുക്ക് ചുണ്ണാമ്പ് കല്ല് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു. അതുപോലെ ചെമ്പ്, പിന്നെന്തൊക്കെയാണ് മാംഗനീസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞപ്പോ ഡെക്കാനിൽ പറഞ്ഞപ്പോ ചുണ്ണാമ്പ്, അയൺ, മഗ്നീഷ്യം, അലൂമിനിയം ആയിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയടാ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഇരുമ്പയിര്, അയണിന്റെ അയനാണ് ഇരുമ്പയിര് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു ബോക്സൈറ്റ്, അലൂമിനിയത്തിന്റെ അയിരായിട്ട് ബോക്സൈറ്റ് പറഞ്ഞു, മാംഗനീസ്, ചെമ്പ്, ചുണ്ണാമ്പ്, കല്ല്. അപ്പോൾ നമ്മുടെ രാജ്മഹൽ കുന്നിന് തെക്ക് ഭാഗത്തായിട്ടാണ് ചോട്ടാ നാഗ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ധാതുക്കളുടെ കലവറ എന്ന് പറയുന്നു. ഇത്രയാണ് നമുക്ക് ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നതതലവുമായിട്ട് തിരിക്കേണ്ടത്. ഇനി നമുക്ക് ഉപദ്വീപിലെ കാലാവസ്ഥയെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവർ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളൊക്കെ തീർച്ചയായിട്ടും കാണണം. ക്ലാസ്സുകളെ പറ്റിയിട്ട് അഭിപ്രായവും പറയണം. ഓക്കെ, ബൈ.